ഈ ഫ്രൂട്ട് നന്നായിട്ട് പഴുക്കും. അതായത് ഇത് ഫ്ലവർ വിരിഞ്ഞ് 30ാമത്തെ ദിവസം നമുക്കിത് പഴുക്കും. ആ പഴുത്ത് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിതില് ഒരു ഒക്ടോബർ നവംബർ വരെ നമുക്ക് കായ ഉണ്ടാവും. നവംബറോട് കൂടിയിട്ട് നമുക്ക് ഈ തണ്ടിന്റെ, അതായത് കായ വന്ന തണ്ടിന്റെ അറ്റത്ത് ഒരു 1.5 അടി അല്ലെങ്കിൽ 1 അടി നീളത്തിൽ നമ്മള് മുറിക്കുക. മുറിച്ചതിന് ശേഷം ആ മുറിച്ച ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ഇതാണ് ഇപ്പൊ നമ്മൾ മുറിക്കണെന്ന് വെച്ചെങ്കിൽ ഇതിന്റെ അപ്പുറം ഭാഗത്തും ഇപ്പുറം ഭാഗത്തും സാഫ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അതെന്ന് ചെറിയ ചെറിയ ക്രീമികൾ, കീടങ്ങളൊന്നും വരാതിരിക്കാനും ഫംഗൽ ഡിസീസ് ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നാണ് സാഫ്. സാഫ് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ബ്രഷ് കൊണ്ട് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇത് ഇത്ര നീളത്തിലുള്ള തണ്ടിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു മതിലിനോടോ അല്ലെങ്കിൽ നമ്മുടെ ചുമരിനോടോ ചേർത്തിട്ട് ചാരി വെക്കുക. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും അതിന് വേര് വരും. ആ വേര് വന്നതിന് ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ ആ വേര് വന്ന് കടങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു കവറിലേക്ക് മാറ്റാം. ആ കവറിൽ നമ്മൾ ചേർത്തേണ്ടതെന്ന് വെച്ചെങ്കിൽ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കപ്പലിന്റെ പിണ്ണാക്ക്, ചാണകപ്പൊടി, പിന്നെ കുറച്ച് വളം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 വർഷത്തിന്റെ ഉള്ളിൽ കായ്ക്കും. ചിലർക്ക് പെട്ടെന്ന് ഒരു 6 മാസം 8 മാസം കഴിയുമ്പോഴേക്കും കായ്ക്കാറുണ്ട്. എനിക്ക് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ കായ്ച്ച് വിളയുണ്ടായി കിട്ടിയത് കേട്ടോ, ഫ്രൂട്ട്സ് ഉണ്ടായി. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോളിനേഷൻ നടത്തുന്നത് എങ്ങനെയാന്നുള്ളത് ഇതിൽ മുന്നേ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയി കണ്ടു നോക്കുക. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മളത് ചെയ്തു കൊടുക്കണം, എന്നാലേ കായ നന്നായിട്ട് വലുതാവുള്ളൂ. ഇതെല്ലാതും എൻ്റെ കയ്യിലുള്ളത് ഉള്ളിൽ പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. നല്ല പിങ്ക് കളറാണ്. നല്ല നല്ല മധുരം ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കുമ്പോൾ. അങ്ങനത്തെയായിരുന്നു.